ശ്രീ ആനന്ദ് കൊച്ചുകുടി, രാഹുൽ ഉത്തരേന്ത്യയിൽ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വയനാട്ടിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന പലവിധ പ്രചരണങ്ങൾ ഇതിനോട് കൂട്ടി വായിക്കണം. അമേഠിയോ റായ്ബറേലിയോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഏറ്റവും ഒടുവിൽ റായ്ബറേലിയിൽ എത്തുമ്പോൾ ഇതിനകം തന്നെ BJPയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്ന തരത്തിൽ എങ്ങനെ ബാധിക്കും ഉത്തരേന്ത്യയിലെ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളെ ഈ മത്സരം? രഞ്ജിത്ത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 രാഹുൽ ഗാന്ധി ഈ വയനാട് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയല്ലോ. അല്ലെങ്കിൽ ആദ്യം ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലുമൊക്കെ ഒരു സീറ്റ് എന്നായിരുന്നു അതിൻ്റെ ആദ്യം തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പ്രചരണം. പിന്നീട് അവസാനം അത് വയനാട് എത്തുന്നു. വയനാട് രാഹുൽ ഗാന്ധി എത്തുമ്പോൾ അവിടെ പച്ചക്കൊടികൾ കാണുന്നു എന്നൊക്കെ കഴിഞ്ഞ് ഈ അമേഠിയിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ അമേഠിയിൽ കൂടാതെ എന്തുകൊണ്ട് വേറൊരു സീറ്റ് അന്ന് തെരഞ്ഞെടുത്തു എന്നുള്ളത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അപ്പോൾ അന്ന് അമേഠിയിൽ ജയിക്കാൻ സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് വയനാട് തെരഞ്ഞെടുത്തു എന്നാണ് പിന്നെ പൊതുവെ ഉണ്ടായ ഒരു ചർച്ച. അദ്ദേഹം അമേഠിയിൽ തോൽക്കുമെന്ന് അപ്പോഴും ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അദ്ദേഹം അമേഠിയിൽ തോറ്റതിന് ശേഷം പ്രത്യേകിച്ച് കേരളത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയക്കാർ പറഞ്ഞു, ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷം ഉൾപ്പെടെ പറഞ്ഞു അദ്ദേഹം വയനാട്ടിലേക്ക് പേടിച്ച് ഓടി വന്നതാണ് എന്ന്. അന്നും ഈ വയനാട്ടിൽ അദ്ദേഹം വരാതെ അല്ലെങ്കിൽ അമേഠിയിൽ മാത്രം മത്സരിച്ചിരുന്നെങ്കിൽ അമേഠിയിൽ ജയിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം തോറ്റത് 55,000 ശിഷ്ടം വോട്ടിനാണ്. അപ്പൊ അത്രയും വോട്ട് അങ്ങോട്ട് മറിയാതിരുന്നാൽ, അല്ലെങ്കിൽ അതിന്റെ പകുതി വോട്ട് മറിയാതിരുന്നാൽ അദ്ദേഹം അപ്പോഴും നേരിയ ഒരു ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറാൻ പറ്റുമായിരുന്നു. അതായിരുന്നു ആ 2019 തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ വലിയൊരു വീഴ്ചയായിട്ട് പിൽക്കാലത്ത് എഴുതപ്പെട്ട ഒരു കാര്യം. ഇനിയിപ്പോൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ 2024 ഏത് ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് തോൽക്കുന്നത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ, ഈ ജൂൺ 4 ശേഷം ഈ ചോദ്യം വരുമ്പോൾ അത് രാഹുൽ ഗാന്ധി അമേഠിയിലല്ല റായ്ബറേലിയിൽ മത്സരിക്കാൻ എടുത്ത ആ ഒരു നിമിഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വലിയ ഒരു തോൽവി, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തോൽവി ഏറ്റുവാങ്ങുന്ന ആ മുഹൂർത്തം, ആ എക്സാക്ട് പോയിന്റ് ഈ സന്ദർഭമാണ് എന്ന് പറയേണ്ടി വരും. അതിന്റെ കാരണമുണ്ട്. കാരണം ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഞാൻ കെ മുരളീധരന്റെ പ്രസ്താവന കേട്ടത്. കെ മുരളീധരൻ പറയുന്നുണ്ടായിരുന്നു തൃശ്ശൂര് തോൽക്കുമെന്ന് ഭയമുണ്ടോ? അപ്പോൾ കെ മുരളീധരൻ പറയുന്നു രാഷ്ട്രീയത്തിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകും, പക്ഷേ രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ കുറച്ച് സാഹസികനാകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധിക്ക് തീരെ സാഹസികതയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെയുള്ളവർക്ക് രാഷ്ട്രീയം പറ്റില്ല. ഈ ഇത്രയും ധൈര്യമില്ലാത്ത, അതായത് അമേഠിയിൽ ഇപ്പോൾ സ്മൃതി ഇറാനിക്കെതിരെ ചില വികാരങ്ങൾ, അവിടെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ TV-യിൽ കൂടി കാണുകയുണ്ടായി. പല ചാനലുകളും അവിടെ ചെന്ന് പ്രതികരണങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ സാധാരണക്കാരുടെ. കാരണം അവര് വർഷങ്ങളായിട്ട് 1921 ആദ്യം അമേഠി മണ്ഡലത്തിൽ, അമേഠിയിലല്ല അന്ന് റായ്ബറേലിയിലാണ് ആദ്യം ജവഹർലാൽ നെഹ്റു റായ്ബറേലിയിൽ ചെല്ലുന്നത്. അതിനുശേഷം മോത്തിലാൽ നെഹ്റുവിന്റെ അച്ഛൻ അദ്ദേഹം അവിടെ കേസ് നടത്തി, അമേഠിയിലെ രാജാവിന് വേണ്ടി കേസ് നടത്തിയിട്ടുണ്ട്. അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ രണ്ട് മണ്ഡലങ്ങളുമായിട്ട് നെഹ്റു ഗാന്ധി കുടുംബത്തിനുള്ള ബന്ധം. 100 വർഷത്തിലേറെയായി. ആ ബന്ധത്തെ ഇത്ര എളുപ്പത്തിൽ അത് അമേഠിയിൽ നിന്ന് മാറി ഇപ്പോൾ റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഏതൊരാൾക്കും മനസ്സിലാകും. ഇത് അമേഠിയിൽ സ്മൃതി ഇറാനിയോട് തോൽക്കുമോ എന്ന് ഭയന്നുകൊണ്ട് റായ്ബറേലിയിലേക്ക് മാറിയതാണെന്ന്. തീർച്ചയായും ആനന്ദ് കൊച്ചുകുടി, നമുക്കറിയാം വസന്ത് അതിന് വളരെ കൃത്യമായ മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രതിനിധിയായ വസന്താണ്.